ഹായ് ഓൾ, കീം എക്സാമിനേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം മുതൽ കീം എക്സാമിന് ചില പാറ്റേണിൽ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഒന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യനിൽ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CBT ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ പുതിയ പാറ്റേൺ പ്രകാരം 150 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ആ 150 ക്വസ്റ്റ്യനിൽ 50%, അതായത് 75 ക്വസ്റ്റ്യൻസും എവിടെ നിന്നാണ്? മാത്സ് നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കീമിന് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതെന്ത് തന്നെയാണ്? മാത്സ് ആണ്. കാരണം 50% ക്വസ്റ്റ്യൻസ് മാത്സ് നിന്നാണ് വരിക. അപ്പോൾ അതായിരിക്കും മിക്കവാറും നിങ്ങളുടെ റാങ്ക് ഒക്കെ ഡിസൈഡ് ചെയ്യുക. മാത്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്റേഴ്സ് നിന്നാണ് ചോദിക്കുക എന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്റേഴ്സ് നിന്നാണ് ചോദിക്കുക എന്നുള്ളൊരു ധാരണ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ പേര് വായിക്കാം. അതായത് ഇൻറ്റഗ്രൽസ്, നമുക്കറിയാം വലിയ ചാപ്റ്റർ ആണ്. പിന്നെ +1 കോണിക് സെക്ഷൻസ്, +2 3D ജോമെട്രി ആൻഡ് വെക്ടർ ആൾജിബ്ര, അതോടൊപ്പം തന്നെ +1 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, continuity and differentiability, trigonometric functions, application of derivatives and sequence and series. അങ്ങനെ 9 ചാപ്റ്റേഴ്സിൻ്റെ പേര് ഇവിടെ വായിച്ചിട്ടുണ്ട്. എന്തിനാണ് വായിച്ചതെന്ന് പറയോ? അതായത് ഈ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50% ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 75 ക്വസ്റ്റ്യൻ ഏകദേശം ഒരു 35 മുതൽ 40 വരെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റേഴ്സ് നിന്നായിരിക്കും എന്നാണ് സാരം. ഓക്കെ, അപ്പോൾ ഏതാണ് കൂടുതലായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെ എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സാർ +1 നിന്നാണോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ല +2 നിന്നാണോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക? അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, +1 +2 നമുക്ക് ഏകദേശം ഈക്വൽ ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റുന്നത്, 50-50. പക്ഷേ എന്നിരുന്നാലും ചില വർഷങ്ങളിൽ +1 കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുത്ത സീൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സ്ലൈറ്റ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം +1 സിലബസിന് വന്നതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എനിവേ അത് നമ്മൾ നോക്കണ്ട, നമ്മൾ മാക്സിമം എല്ലാം പഠിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ എന്നിരുന്നാലും ഈ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ +1 +2 നമ്മൾ എന്താക്കുക, ഈക്വലായിട്ട് ഇമ്പോർട്ടൻസും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, സാർ ഈ ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് പോയിട്ട് നമ്മൾ എക്സാം എഴുതിയാൽ മതിയോ? അങ്ങനെയല്ല, നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. നമുക്ക് പറ്റുന്ന അത്രയും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം, മാക്സിമം ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒരിക്കലും എന്താക്കരുത്, അവസാനത്തേക്ക് വെക്കരുത്. ഇതിൽ കൂടുതലും നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റി കൊടുക്കണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കീം എക്സാം നന്നായിട്ട് എഴുതണം. നമ്മൾ ഈ ചാനലിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സോ വെയിറ്റ് ആൻഡ് സീ, നമുക്ക് വീണ്ടും കാണാം.